UDFിൻ്റെ കരുത്ത് മുസ്ലിം ലീഗാണ്. നിയമസഭയിൽ മൂന്നിലൊന്ന് സീറ്റ് ലീഗിനുണ്ടായിട്ടും മൂന്നാമതൊരു സീറ്റിന് വേണ്ടി ദയനീയമായി യാചിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1/3 പിൻബലം ഉണ്ടായിട്ടും 20-ൽ മൂന്നാമതൊന്നിന് വേണ്ടി ഇതുപോലെ കേഴേണ്ടി വരുന്നൊരവസ്ഥ മുസ്ലിം ലീഗിന്. അപ്പോൾ ഒരു അത്യഗാധ പ്രതിസന്ധിയിലാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് ലോകസഭയിൽ മത്സരിച്ചിട്ട് നേരത്തെ ജയിച്ചിട്ടുണ്ട് കേരളത്തിൽ. അപ്പോൾ കേരളത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കേണ്ടി വന്നാലും ഇത്രമാത്രം അപമാനം സഹിച്ച് അവിടെ എന്തായാലും BJP വിരുദ്ധതയിലാണല്ലോ നിൽക്കുന്നത്. അവരെങ്ങനെ നിൽക്കേണ്ടതുണ്ടോ എന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. മുസ്ലിം ലീഗിനെ കുറിച്ച് മന്ത്രി P. രാജീവ് പറഞ്ഞ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. മുസ്ലിം ലീഗ് ഇപ്പോഴൊരു ധർമ്മ സങ്കടത്തിലാണ്. എന്ത് ചെയ്യണമെന്ന് ഒരു എത്തും പിടിയും കിട്ടാതെ നിൽക്കുകയാണ് മുസ്ലിം ലീഗ്. 3 സീറ്റ് കോൺഗ്രസിനോട് ചോദിച്ചുപോയി. കോൺഗ്രസ് 3 സീറ്റ് തരില്ല എന്ന് പറയുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ രാജ്യസഭയിലേക്ക് ഒരു സീറ്റ് തരൂ എന്നാണ് മുസ്ലിം ലീഗിന്റെ ഇപ്പോഴത്തെ അഭ്യർത്ഥന. അതും തരില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കോൺഗ്രസ്. അത് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്, അത് അപ്പോൾ ചർച്ച ചെയ്യാം എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത്. ഇങ്ങനെ അപമാനം സഹിച്ച് കോൺഗ്രസിനോടൊപ്പം നിൽക്കേണ്ട പാർട്ടിയാണോ മുസ്ലിം ലീഗ്? മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് കേരളത്തിലെന്നാണ് മന്ത്രി P. രാജീവ് പറഞ്ഞിരിക്കുന്നത്. ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ച ചരിത്രമുണ്ട് മുസ്ലിം ലീഗിന്. അങ്ങനെ ചരിത്രമുള്ള മുസ്ലിം ലീഗ് സ്വന്തം അഭിമാനം പണയപ്പെടുത്തി എന്തിനാണ് ഇങ്ങനെ കോൺഗ്രസിനെ പിറകെ 3 സീറ്റ് ഒരു സീറ്റ് തരൂ എന്ന് പറഞ്ഞ് യാചിച്ച് നടക്കുന്നത് എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് P. രാജീവ്. അതിന് ഉത്തരം പറയേണ്ടത് മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെയാണ്. P. രാജീവ് അവിടെ നിർത്തുന്നില്ല. അദ്ദേഹം കേരളത്തിലെ UDFിന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. അതോടൊപ്പം UDFിൽ നിന്ന് ജയിച്ചു പോകുന്ന, പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്ന് ജയിച്ചു പോകുന്ന MP മാർ ജയിച്ചു പോയാൽ ആരോടൊപ്പം നിൽക്കും? അനുഭവങ്ങളുടെ മുന്നിൽ ജയിച്ചു പോകുന്ന MP മാർ കൂറുമാറുന്നു. എന്തിനേറെ പറയുന്നു, ഒരു സംസ്ഥാനത്ത് കോൺഗ്രസിനെ നയിച്ച, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മുന്നിൽ നിന്ന് നയിച്ച നേതാവ് പോലും BJP ലയിക്കാൻ വേണ്ടി BJP ഓഫീസിന് മുന്നിൽ പോയി കാത്തു കിടക്കുന്ന അവസ്ഥ, മധ്യപ്രദേശിലെ കമൽനാഥിന്റെ അവസ്ഥയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് P. രാജീവ് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കോൺഗ്രസിനെയാണോ വിശ്വസിക്കേണ്ടത്? അതല്ല എല്ലാ കാലത്തും ഫാസിസത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഇടതുപക്ഷത്തോടൊപ്പമാണോ നിൽക്കേണ്ടത് എന്ന ചോദ്യവും ചോദിക്കുന്നു P. രാജീവ്. ആ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. ഇത് കാണിക്കുന്നത് ഇത്ര വലിയ പ്രചാരണ വേലകൾ ഞങ്ങൾക്കെതിരെ നിങ്ങളെല്ലാവരും നടത്തിക്കൊണ്ടിട്ടും ജനങ്ങൾ വസ്തുതകൾ തിരിച്ചറിയുന്നുണ്ട്. കാരണം ഈ സർക്കാരിനെ സംരക്ഷിക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന നിലപാട് പൊതുവെ സ്വീകരിക്കുന്നുണ്ട്. പ്രാദേശികമായ പല ഘടകങ്ങളും തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഇപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളെ പലരും എഴുതി വിടുന്നതനുസരിച്ച് വല്ലാതെ വെറുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് ആണെങ്കിൽ അത് ഏത് തിരഞ്ഞെടുപ്പാണെങ്കിലും പ്രതിഫലിക്കുമല്ലോ. പക്ഷേ ജനങ്ങൾക്കറിയാം ഈ ഗവൺമെൻറ്റിനെ ഞെരുക്കാൻ ശ്രമിക്കുമ്പോഴും ഗവൺമെൻറ് ജനപക്ഷത്ത് നിൽക്കുന്നു. ഞങ്ങൾ നവകേരള സദസ്സിലൂടെ കേരളത്തിലെ ജനങ്ങളുമായി നന്നായി സംവദിക്കാനായിട്ട് സന്ദർഭം ലഭിച്ചു. അതെല്ലാം കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കുവാൻ സഹായകരമായി. ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ ഞാനിപ്പോൾ ഇവിടെ തന്നെ, ഞാനിപ്പോൾ ചാലക്കുടിയിൽ നിന്ന് വരുമ്പോൾ നെടുമ്പാശ്ശേരിയിൽ അവിടെ വിജയിച്ചു. UDFിൻ്റെ വൈസ് പ്രസിഡന്റ് രാജിവെച്ച് LDF വിജയിച്ചത്. ആ പഞ്ചായത്ത് LDFന് ലഭിക്കുകയുണ്ടായി. ഇപ്പോൾ ചിലയിടങ്ങളിൽ BJP UDFിൻ്റെ സീറ്റ് പിടിച്ചെടുത്തു. അപ്പോൾ ആളുടെ എഴുതുന്നത് ഞങ്ങൾ മൂന്നാമതായിരുന്നു, ഞങ്ങളുടെ വോട്ട് കൂടിയാലും ചിലരുടെ പോസ്റ്ററുകൾ അങ്ങനെയാണ് വരുന്നത്. അവിടെയും നമ്മൾ കാണേണ്ട UDF തിരിച്ചടി നേരിടുന്നു. LDFിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് മനസ്സിലാക്കി, എന്നാൽ ഞങ്ങൾ കുറേ കൂടി ജനങ്ങൾക്കൊപ്പം നിന്ന് കുറേ കൂടി നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനും, എന്നാൽ പൊതുവെ കേരളം ഗവൺമെൻറ്റും ജനങ്ങളെയും യൂണിയൻ ഗവൺമെൻറ് എങ്ങനെയാണ് ശ്വാസം മുട്ടിക്കുന്നതെന്ന് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇത്തവണ നല്ല രീതിയിൽ തന്നെ ഇടതുപക്ഷത്തിന് വിജയിച്ച് കയറാൻ കഴിയും. കഴിഞ്ഞ തവണ ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു. ആ പ്രത്യേക സാഹചര്യം ഇപ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. കാരണം BJPക്കെതിരെ സ്ഥായിയായൊരു നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷം മാത്രമാണ്. ഇപ്പോൾ UDFിനെ നയിക്കുന്ന പാർട്ടിയാണ് അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ അന്ന് ഹിമാചൽ പ്രദേശിൽ അവധി നൽകിയത്. അതോടൊപ്പം തന്നെ ഏകീകൃത സിവിൽ കോഡിന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് സെമിനാർ സംഘടിപ്പിച്ചാൽ മതി എന്ന് കോൺഗ്രസ് തീരുമാനിക്കുകയുണ്ടായി. ഒരു സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിച്ച ഒരാൾ തോറ്റു കഴിഞ്ഞപ്പോൾ എവിടെ നിൽക്കണു എന്ന് ഉറപ്പിച്ച് ആർക്കും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് മധ്യപ്രദേശിൽ നമ്മളിപ്പോൾ കമൽനാഥിൻ്റെ കാര്യത്തിൽ കണ്ടത്. അപ്പോൾ കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകളും ഇപ്പോൾ കമൽനാഥ് പോലും എവിടെയാണെന്ന് ആർക്കും ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ
ജയിച്ചു പോകുന്ന എം പിമാർ എവിടെ നിൽക്കും എന്നതിലും ആശങ്ക വരും. എന്നാൽ ബി ജെ പിയെ മാറ്റി നിർത്താൻ കോൺഗ്രസ് കൂടി ഉള്ള ഒരു സംവിധാനമാണെങ്കിൽ പോലും അതിനെ പിന്തുണയ്ക്കുന്നതിൽ കോൺഗ്രസ് എം പിമാരെക്കാളും വിശ്വസിക്കാവുന്നത് ഇടതുപക്ഷത്തെയായിരിക്കും. അതാണ് ഈ അനുഭവങ്ങളെല്ലാം പഠിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് വളരെ അനുകൂലമായി തന്നെ ഒരു സംഗതി ഒരു നിലപാട് ജനങ്ങൾ സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ UDF അത്യഗാധ പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFനൊപ്പം ഉണ്ടായിരുന്ന ഒരു പ്രധാന ഘടകകക്ഷി ഇന്ന് അവരോടൊപ്പമില്ല. ഒരു ചെറിയ കഷ്ണം മാത്രമാണ് അവശേഷിക്കുന്നത്. UDFൻ്റെ കരുത്ത് മുസ്ലിം ലീഗാണ്. നിയമസഭയിൽ മൂന്നിലൊന്ന് സീറ്റ് ലീഗിനുണ്ടായിട്ടും മൂന്നാമതൊരു സീറ്റിന് വേണ്ടി ദയനീയമായി യാചിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1/3 പിൻബലം ഉണ്ടായിട്ടും 20-ൽ മൂന്നാമതൊന്നിന് വേണ്ടി ഇതുപോലെ കേഴേണ്ടി വരുന്നൊരവസ്ഥ മുസ്ലിം ലീഗിന്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് സ്വീകരിക്കുന്ന ഈ മൃദു ഹിന്ദുത്വ സമീപനങ്ങളോടെല്ലാം നിശബ്ദത പാലിക്കേണ്ടി വരുന്ന ഗതികേട് മുസ്ലിം ലീഗിന് വരുന്നു. അപ്പോൾ ഒരു അത്യഗാധ പ്രതിസന്ധിയിലാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് ലോക്സഭയിൽ മത്സരിച്ചിട്ട് നേരത്തെ ജയിച്ചിട്ടുണ്ട് കേരളത്തിൽ. ഞങ്ങളോടും കോൺഗ്രസിനോടും നേരിട്ട് മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുന്നണിയുടെ ഭാഗമായി നിൽക്കേണ്ടി വന്നാലും ഇത്രമാത്രം അപമാനം സഹിച്ച് അവിടെ എന്തായാലും BJP വിരുദ്ധതയിലാണല്ലോ നിൽക്കുന്നത്. അവരെങ്ങനെ നിൽക്കേണ്ടതുണ്ടോ എന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങളുടെ കൂടെ വരണമെന്നല്ല, അവർ മുന്നണിയുടെ ഒപ്പമാണോ സ്വതന്ത്രമാണോ എന്ന് തീരുമാനിക്കേണ്ട ഒരവസ്ഥ. എന്തായാലും UDF അത്യഗാധമായ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്നു. ഒരു പ്രശ്നങ്ങളിലും ദേശീയ പ്രശ്നങ്ങളിൽ വ്യക്തതയാർന്ന നിലപാട് സ്വീകരിക്കാൻ അവർ കഴിയുന്നില്ല. നിയമസഭയിൽ മുസ്ലിം ലീഗിൻ്റെ നേതാവ് കൂടിയായ പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞു, കോൺഗ്രസ് ദേശീയ പാർട്ടി ആയതുകൊണ്ട് അവർ പല സന്ദർഭങ്ങളിലും തീരുമാനം എടുക്കുന്നില്ല. അത് അവരുടേതായ ഒരു പ്രതിസന്ധിയെ തുറന്നു കാണിക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങളുടെ മുൻപിൽ ഒരു പരിഹാസ്യമായ അവസ്ഥയിലേക്ക് ആ മുന്നണി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു നമ്മുടെ വിധിയെഴുത്തിലും അത് പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.